എന്നാലും അവന്മാരിത് കാണിച്ചത് കടുങ്കയായി പോയി. പറഞ്ഞിട്ട് കാര്യമില്ല ആശാനെ, നമ്മുടെ സമയദോഷം അല്ല. എന്താ പറ്റിയേ? ഇന്നലെ SS ടാക്കീസി പടം മാറുന്ന ദിവസമല്ലായിരുന്നോ? 3 മിനിറ്റുള്ള മലയാളം തുണ്ട് കാണുമെന്ന് പറഞ്ഞിട്ടാ ഞാൻ ഓടിപ്പടച്ച് ചെന്നത്. തുണ്ട് വരുമെന്ന് കാത്ത് തീരണത് വരെ ഇരുന്നു. എനിക്കാണ് എങ്ങുമില്ലാത്ത ദേഷ്യം വന്നു. എനിക്ക് മാത്രമല്ല, എന്നെപ്പോലെ വിവരമുള്ളവര് വേറെ ഉണ്ടായിരുന്നു. ഞങ്ങള് 4-5 കസേര തല്ലിപ്പൊളിച്ചു. ദാ കിടക്കണം. ടാക്കീസുകാരന്മാരൊരു ചാഴിവേല, ഒരു പൊക്കല്. എന്റെ വൈദ്യരെ പൊരിഞ്ഞ ഇടി. പിന്നെ ആയുസിന്റെ വലിപ്പം കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടി. തങ്കപ്പണ്ണന് ഇനിയെങ്കിലും ഈ തുണ്ട് കാണുന്ന പണി നിർത്തിക്കൂടെ? SS ടാക്കീസിന് ഇതിനു മുമ്പ് കുറെ കിട്ടിയതല്ലേ? അത് AMSന്ന്, SS ടാക്കീസിന്ന് ഇതാദ്യമായിട്ടാ. ഖാദർ സാഹിബിന് പഞ്ചാര ഇടാത്ത മീഡിയം അല്ലേ? ഔഖാദർ സാഹിബിന്റെ മോൻ വള്ളക്കാരൻ ബഷീർക്കയുടെ പെങ്ങളെ കെട്ടാനുറച്ചു എന്ന് കേട്ടല്ലോ സാഹിബേ. അതെ അതെ, ബഷീർക്ക വന്നോ? അത് ഇന്ന് വരും, നാളെ വരുമെന്ന് പറയണല്ലാണ്ട് ആളെ കാണാനില്ലല്ല. പകരം ഒരാളവിടെ കുടികിടപ്പുണ്ടല്ലോ, അതാരാ? നിങ്ങളൊക്കെ എന്തിനാണ് കാതർക്ക ഈ സമുദായം എന്നും പറഞ്ഞ് തെക്കുവടക്ക് നടക്കണത്? എന്താ നമ്മളെ നീ അങ്ങനെ പറയണത്? നമ്മുടെ ജാതിക്കാരൻ ഒരുത്തന്റെ വീട്ടിൽ കയറി ഹറാംപറപ്പ് കാണിക്കുന്ന ഒരുത്തനെ പോന്ന് പറയാൻ ഈ കരയിൽ ഒരാളില്ലാതെ പോയോ? നിങ്ങളുടെ ജാതിക്കാർക്ക് കാശുണ്ടാക്കാൻ വീട്ടിൽ കയറി അനാവശ്യം പറഞ്ഞല്ലോ. പടച്ചോനെ ഈശ്വരനെ ഓർത്ത് നിങ്ങൾ ഇവിടെ കിടന്ന് കടിപിടി കൂടരുത്. ഇതെന്റെ വയറ്റിപ്പഴപ്പാ. ഇത് ജാതിക്കടയല്ല, ചായക്കടയാ. കാതർക്ക, നിങ്ങളുടെ ജമാഅത്തും മറ്റു വേണ്ടത് ചെയ്തില്ലെങ്കിൽ ഈ സമുദായത്തിൽ വേറെ ആളുകളുടെ കൂട്ടിക്കൊള്ളി. നമ്മൾ പറഞ്ഞതുപോലെ ജമാഅത്തിന്റെ ഒരു തീരുമാനം എടുത്തിട്ട് ഇനി വല്ല കാര്യമുള്ളൂ. വേണം വേണം കാതർക്ക. അല്ലെങ്കിലും ഊതാതെ പറക്കുന്നെന്ന് പറയുമോ? നമുക്ക് അറിഞ്ഞൂടെ, പഞ്ഞിക്കെട്ടും തീപ്പൊരിയും അടുത്തടുത്തിരുന്നാ എന്തോ നടക്കും. നല്ലൊരു ചെറുക്കനെ കൂടെ നശിപ്പിക്കാനെ കൊണ്ട് ഇബിലീസുകൾ